ഈ വർഷ അവസാനത്തോടുകൂടി അധികം വൈകാതെ തന്നെ ഇപ്പോൾ ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പിന് ഉള്ള നോട്ടിഫിക്കേഷൻ വരും എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വിവരം. ഏതായാലും ജമ്മു കാശ്മീരിൽ വീണ്ടും സംസ്ഥാന ഭരണം വരും, ഇല്ല സർക്കാർ നിലവിൽ വരും എന്ന് എല്ലായിടത്തും വാർത്ത പരക്കുന്നതിനിടയിൽ മറ്റൊരു വാർത്ത പുറത്തു വരുന്നു. അതായത് തെരഞ്ഞെടുപ്പ് ഉടൻ ഉണ്ടാകും, പക്ഷേ കേന്ദ്രഭരണ പ്രദേശമായി തന്നെ ഈ ജമ്മു കാശ്മീർ നിലനിൽക്കും. അവിടെ ലഫ്റ്റനന്റ് ഗവർണർക്ക് തന്നെ ആയിരിക്കും അധികാരം. അതിനായി കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പറയുന്ന കാര്യങ്ങൾ, ഭീകരവാദം ഇപ്പോൾ വലിയ രീതിയിൽ ജമ്മു കാശ്മീരിൽ വർദ്ധിച്ചിട്ടുണ്ട്. അതിനെ അടിച്ചൊതുക്കുന്നത് വരെ ഗവർണർക്ക് തന്നെ ആയിരിക്കും അധികാരം. സംസ്ഥാന സർക്കാർ നിലവിലുണ്ടാകുമെങ്കിലും അധികാരങ്ങൾ മുഴുവൻ ഗവർണർക്കായിരിക്കും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ അടുത്ത ദിവസങ്ങളിൽ ഗവർണർക്ക്, ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർക്ക് കൂടുതൽ അധികാരം കേന്ദ്രം നൽകിയിരുന്നു. അതായത് ഏവരും പ്രതീക്ഷിച്ചിരുന്നത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ജമ്മു കാശ്മീർ സംസ്ഥാന പദവി നൽകും എന്ന് അമിത്ഷാ പാർലമെന്റിന് മുൻപ് പറഞ്ഞിരുന്നു. അതായത് അവിടെ കാര്യങ്ങൾ ശാന്തമാണെങ്കിൽ സംസ്ഥാന പദവി കൊടുക്കുന്നതിൽ തങ്ങൾക്ക് എതിർപ്പില്ല എന്ന് പാർലമെന്റ് അദ്ദേഹം പറഞ്ഞിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ കേന്ദ്രം വ്യക്തമാക്കുന്നത് അവിടെ കാര്യങ്ങൾ കുറച്ചുകൂടെ സങ്കീർണമാണ്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് നടക്കും. തെരഞ്ഞെടുപ്പ് നടന്ന മന്ത്രിമാരും മന്ത്രിസഭയും എല്ലാം ഉണ്ടാകും. പക്ഷേ സംസ്ഥാന പദവി ഉടനെ ലഭിക്കാൻ യാതൊരു സാധ്യതയുമില്ല എന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. ഏതായാലും ആ വലിയ പ്രഖ്യാപനം ഉണ്ടാകില്ലുടൻ. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.